ദൈവത്തിന് മഹത്വം. ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:3 മുതൽ 6 വരെയുള്ള ഭാഗ്യങ്ങൾ, പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. സാധാരണ വിവാഹ അനന്തരം വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. എന്തുകൊണ്ട് ഇത് ഈ ചിന്തയ്ക്കായി വായിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ന് വിവാഹ ജീവിതം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ലിവിങ് ടുഗദർ പോലുള്ള അനുഭവങ്ങൾ, അങ്ങനെ വിവാഹ ജീവിതം വേണ്ടാതെ മനുഷ്യൻ അവന്റെ ആ ശാരീരികമായ അവസ്ഥകൾക്ക് വേണ്ടി മാത്രം അവന്റെ ആ കൂട്ടാളിയെ കൊണ്ടു നടക്കുന്ന ചില അനുഭവങ്ങളാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ എവിടെയും കാണുവാൻ കഴിയുന്നത്. മാറി മാറി വസ്ത്രം മാറുന്നത് പോലെ ഒക്കെ അത് ഇന്ന് ലോക സഹജമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പരീശന്മാരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടിയാണ്, ഭാര്യയെ ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല. നിസ്സാര കാര്യം പറഞ്ഞ് ഇന്ന് ഉപേക്ഷണ പത്രം കൊടുത്ത്, അഥവാ കുടുംബ കോടതികളുടെ എണ്ണം ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹത്തെയും വിശ്വാസത്തെയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി കണക്കാക്കിയാൽ സഹനം അതിനെ മാറ്റുരച്ചു നോക്കുന്ന ഉരകല്ലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹം ഫലം ചൂടി നിൽക്കുക, അത് സഹനത്തിലും പ്രതിസന്ധിയിലും പരസ്പരം കൈകോർത്ത് നിൽക്കുമ്പോഴാണ് അത് സഫലമായി തീരുന്നത്. ഒരു കുടുംബത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കട്ടെ. രാജു തങ്കമണി എന്ന ആ ദമ്പതികൾ, രാജുവിന് ഏതാണ്ട് 26 വയസ്സുള്ളപ്പോഴാണ് തങ്കമണിയെ വിവാഹം കഴിക്കുന്നത്. അന്ന് അവൾക്ക് 22 വയസ്സ് പ്രായം. രാജു ഗൾഫില് നല്ലൊരു ഇലക്ട്രീഷ്യനായിട്ട് ജോലി നോക്കുന്ന അനുഭവം. പിന്നാലെ അവന്റെ കൂട്ടാളിയെയും കൊണ്ടുപോയി നീണ്ട ഏതാണ്ട് 10 വർഷത്തെ ദാമ്പത്യ ജീവിതം അവർ ഗൾഫിൽ നയിക്കുമ്പോൾ ദൈവം അവർക്ക് 3 സന്തതികളെയും നൽകി. 3 പെൺകുഞ്ഞുങ്ങളാണ്. 1.5 വയസ്സ് 2 വയസ്സിനൊക്കെ എളുപ്പമുള്ള 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം നൽകി. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അവർ ഉള്ളതുകൊണ്ട് തൃപ്തിയായി ജീവിച്ചു പോരുന്ന സന്ദർഭത്തില് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. രാജുവിന് ഒരിക്കൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തു. എന്നാൽ പിന്നത്തേതിൽ തന്റെ ചലനം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കൈകാലുകളുടെ ചലനം നഷ്ടപ്പെട്ടു. താൻ കിടക്കയിലായി. തന്നെ നോക്കുവാൻ മറ്റാരുമില്ല. അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കാനായിട്ട് തുടർന്ന് സാധ്യമല്ല. നാട്ടിൽ ഒരു 3 സെന്റ് സ്ഥലത്ത് അക്കാലത്ത് വെച്ച ഒരു ചെറിയ വീടുണ്ട്. ഏതായാലും തങ്കമണി ഈ കുഞ്ഞുങ്ങളുമായി നാട്ടിൽ വന്നു. ജീവിക്കുവാനായിട്ട് മറ്റ് നിർവാഹങ്ങളൊന്നുമില്ല. അവൾ അതേവരെയും ചെയ്യാത്ത പല ഭവനങ്ങളിൽ പോയി
ഊഴിയവേലകൾ ചെയ്ത് ഈ കുഞ്ഞുങ്ങളെയും വളർത്തുകയും രാജുവിനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ രോഗക്കിടക്കയിൽ അവൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ എടുക്കുകയും അവനെ സമാധാനത്തിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നീണ്ട 10-25 വർഷങ്ങൾ അങ്ങനെ കഴിയേണ്ടി വന്നു. അതിനുശേഷം രാജുവിൻ്റെ വേർപാട് സംഭവിച്ചു. ഇതിനിടയിൽ ഈ 3 കുഞ്ഞുങ്ങൾക്കും ഈ അമ്മ വേണ്ടതായ നല്ല വിദ്യാഭ്യാസം തന്നെ കൊടുത്തു. മൂത്ത മകളെ നേഴ്സിംഗിന് വിടുവാനിടയായി തീർന്നു. അവൾക്കും കൂടി ഒരു ജോലിയുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അല്പം ആശ്വാസം ആ മാതാവിനുണ്ടായി. ഇളയ കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസവും വിവാഹവും അങ്ങനെ ഒക്കെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓർക്കുക, മനസ്സിലാക്കുവാൻ ഹൃദയവും ശ്രവിക്കാൻ കാതുകളും ദർശിക്കാൻ കണ്ണുകളും പര്യാപ്തമാവുമ്പോഴേ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സഹനത്തിന്റെ പരിപരുത്ത അനുഭവങ്ങളിലൂടെ നീങ്ങുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ ആ സ്വച്ഛന്തമായ തണലിൽ വിശ്രമിക്കുവാൻ കഴിയുന്നതാണ് സമാധാനം എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് തങ്കമണിക്ക് ഏതാണ്ട് 58 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ ജീവിതത്തിന്റെ ഭാരം അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ അവളെ കണ്ടാൽ എല്ലും തോലുമായി കണ്ണ് ഒട്ടി ഒക്കെ അവളും ഇന്ന് രോഗിയാണ്. എങ്കിലും ജീവിതകാലം മുഴുവനും സഹനത്തോടുകൂടെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ വചനത്തിലും ദൈവവിശ്വാസത്തിലും അവൾ അടിയുറച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവളുടെ തികഞ്ഞ യൗവനത്തിലാണ് അവൾക്ക് ഈ തിക്താനുഭവം ഉണ്ടായത്. പലരും പലതും പറഞ്ഞു, അവനെ എവിടെയെങ്കിലും ഒരു അനാഥശാലയിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വിട്ടുകള എന്ന് ഒക്കെ സ്നേഹത്തോടെ ഉപദേശിച്ചവരുമുണ്ട്. എന്നാൽ സ്നേഹത്തിന്റെ ആ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ അവന്റെ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ശരീരത്തെ നോക്കിക്കൊണ്ടല്ല. പ്രത്യുത അകത്തൊരു ഹൃദയമുണ്ട്. അതാണ് ആ ഹൃദയത്തെ വായിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് നാം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു നിമിഷത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകൊച്ച ഇറങ്ങി ഒരുവന്റെ കൂടെ പോകുന്നു. അടുത്ത ചില മണിക്കൂറുകൾക്ക് ശേഷം അവനെ തള്ളിക്കളയുന്നു, അല്ലെ ദിവസങ്ങൾക്ക് ശേഷം. ഇതൊക്കെ ഇന്ന് ലോകത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തോടു കൂടിയ ഒരു കുടുംബജീവിതം ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ്. കഷ്ടങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ആകുലങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവിടെയെല്ലാം ദൈവവചനം പറയുന്നു, മുപ്പിരിച്ചരട് അറ്റുപോകത്തില്ല. അതെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം നമുക്ക് ദൈവം ഭൂമിയിൽ നൽകിയിരിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണിതുകൊണ്ട് ആ പ്രാർത്ഥനയോടും കണ്ണുനീരോടും വചനധ്യാനത്തോടും കൂടെ അതിനെ കൂടുതൽ പുഷ്ടിയുള്ളതാക്കി എടുക്കുവാൻ ഇടയായി തീരട്ടെ. അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ